പൊന്നുവേ എന്താ പഴം കഴിക്കാത്ത? കറുത്ത പഴമോ ഇതോ? ഇവിടെ ഇതിന്റെ എവിടെ അടി കറുത്തിരിക്കുന്നേ? ഇടിയോ നല്ലതായിട്ട് പഴുത്ത് കഴിയുമ്പോഴേ കറുപ്പ് വരുന്നത് അറിയാവോ? ഈ പഴം ഇഷ്ടമല്ലേ ഇപ്പം? ഈ പഴം വെച്ചിട്ടൊരു സംഗതി ഉണ്ടാക്കി തന്നാ കഴിക്കുവോ? കഴിക്കുവോ? ഉറപ്പ്? അപ്പൊ നോക്കാം ഉണ്ടാക്കാം. പഴത്തിന്റെ തൊലി കറുത്ത് പോയ കാരണം പഴം വേണ്ടാന്ന്. അന്നേരം ഞാൻ കരുതി എന്നാൽ പിന്നെ പഴംപൊരി ഉണ്ടാക്കാമല്ലോ. ഞങ്ങൾ ആലപ്പുഴക്കാരുണ്ടല്ലോ, പഴംപൊരി എന്നല്ല പറയാറ്, ഏത്തയ്ക്കാപ്പം എന്നാണ് പറയുന്നത്. ഏത്തയ്ക്ക വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ഏത്തയ്ക്കാപ്പം അല്ലേ. പക്ഷേ പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെ പഴംപൊരി എന്ന് തന്നെയല്ലേ പറയുന്നത്. ശരിക്കപ്പം ഇത് പഴംപൊരി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ എന്നാൽ അത് ഉണ്ടാക്കാമെന്ന് കരുതുന്നപ്പോൾ പൊന്നും എൻ്റെ കൂടെ നിന്നമ്മേ ഞാനും അമ്മയെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് തരാം, മാവൊക്കെ ഞാൻ മിക്സ് ചെയ്ത് തരാം, എന്നെയും കൂടെ കൂട്ടണമെന്ന് പറയും. അവർ അതിനെന്താ കൂടിക്കോ, നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യാനടുത്തുണ്ടെങ്കിൽ നല്ലതല്ലേ, എല്ലാം ചെയ്ത് തരുമല്ലോ. പുറത്താണെങ്കിൽ നല്ല മഴ, അപ്പം ഞാൻ നല്ല ചൂട് ചായയും പഴംപൊരിയൊക്കെ കഴിക്കാമല്ലോ. ആഹാ. ഈ അടുത്തിടയ്ക്ക് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഏത്തയ്ക്ക ഏറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അന്നേരം ഏത്തയ്ക്കാപ്പമൊക്കെ ഉണ്ടാക്കി നമ്മളുടെ അപ്പുറമുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വന്നായിരുന്നു. നല്ല നാട്ടിൽ കടയിൽ കിട്ടുന്ന ഏത്തയ്ക്കാപ്പം എങ്ങനെയാണോ അതേ രീതിയിൽ വന്നായിരുന്നു. ഇതിപ്പോൾ എന്നാൽ മൈദയൊക്കെ എടുത്ത് എല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി. ഇൻഗ്രീഡിയൻസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഡെയിലി അല്ലെങ്കിൽ പോലും വല്ലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറൊക്കെ ഉള്ളതല്ലേ, കഴിക്കാറുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, എല്ലാവരും ചേർക്കുന്ന സംഗതികളൊക്കെ തന്നെയാണ് ഞാനും ചേർത്തത്. പുറത്ത് നല്ല മഴ, നാട്ടിലെ സെയിം കാലാവസ്ഥയാണ് ഇവിടെ. പൊന്നു എന്നും ഇതേ ഈ സമയത്ത് കളിക്കാൻ പോകുന്ന ടൈമാണ്, പുറത്ത് കളിക്കാൻ പോകും. അപ്പോൾ ഇന്ന് മഴയായ കാരണം 2-3 ദിവസം കൊണ്ട് വെള്ളോട്ട് ഇറക്കുന്നില്ല. അങ്ങനെ കുറേ സമയം കൊണ്ട് പറയുന്നുണ്ട് എന്നെ ഇന്ന് കളിക്കാൻ വിട്ടില്ലല്ലോ, എനിക്ക് ബോറടിക്കുന്നു, ഇവിടെ ആകെപ്പാടെ ബഹളം. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് കേട്ടോ പൊന്നുവിൻ്റെ സ്കൂളിൽ എക്സാം കഴിഞ്ഞ്, ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞ് സമ്മർ വെക്കേഷനാണ്. ഒരു 15 ദിവസം അവധിയാണ്. പുള്ളിക്കാരിക്ക് പെരയ്ക്കകത്ത് കോട്ടൻ്റെ അകത്ത് ഇരിക്കണ്ട, വെളിയിൽ ഇറങ്ങണം, കളിക്കാൻ പോകണം. മഴയൊക്കെ ഇല്ല, മഴ തന്നെ. ജോക്ക് ഞാൻ 2 ദിവസം മുന്നേ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജോക്കിൻ്റെ. ഭയങ്കര ജോക്കിൻ്റെ ശല്യമാണ്. നമ്മൾ വെളിയിലോട്ട് കോട്ടൻ്റെ വെളിയിലോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ കടി കിട്ടും. അത് ഈ അടുത്തിടയ്ക്ക് പൊന്നൂനും കിട്ടി കടി. ഇത് കടിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ഫീലിങ്സും അറിയാറില്ല. കടിച്ച് നമ്മുടെ ചോര മുഴുവൻ കുടിച്ച് അത് നമ്മുടെ കാലയിൽ നിന്ന് പിടിവിട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അന്നേരമായിരിക്കും നമ്മൾ ഈ സംഭവം കാണുന്നത്, കടിച്ചെന്നുള്ളിടം പോലും. അതേപോലെ ഇവിടെ ഭയങ്കര ശല്യമാണ് ജോക്കിൻ്റെ. അത് കാരണം ഞാൻ 2 പേരെയും സ്കൂളിൽ പോകുന്നതല്ലാതെ ഇനിയിപ്പോൾ മഴ സമയത്ത് വെള്ളോട്ട് ഇറക്കാറേ ഇല്ല. എനിക്ക് ഭയങ്കര പേടിയുമാണ്. ഈ അടുത്തിടയ്ക്ക് എന്നെ കാലേ കയറി കടിച്ച്, ഇവിടെ ആരും ഇല്ലായിരുന്നു, ഞാൻ ഇവിടെ തന്നെ കിടന്ന് ഉണ്ടാക്കും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നാളെ ഒരു തവണ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയി. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ നല്ല രീതിയിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഇതേ മറിച്ചിടുന്നൊരു പ്രോസസ്സാണ്. എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കി, സെക്കൻഡ് ട്രിപ്പ് അതിലും നല്ലതായിട്ട് ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. 3ാമത്തെ ട്രിപ്പിന് ഞാൻ മുതിർന്നില്ല കേട്ടോ, അത്രയ്ക്കും നന്നായി പോയി പഴംപൊരി. അതുകൊണ്ടാണ് എന്തോ ഓവർ കോൺഫിഡൻസ് ആയതുകൊണ്ടായിരിക്കാം ഇത് നല്ല അടിപൊളിയായിട്ട് വന്നു, നല്ല സെറ്റപ്പായിരുന്നു എന്ന് എനിക്ക് പറയാൻ വേണമെങ്കിൽ നിങ്ങളോട്. പക്ഷേ എൻ്റെ പൊന്നു കൂട്ടുകാരെ ഒട്ടും ശരിയായില്ല. ബാക്കി വന്ന പഴം എടുത്ത് ഞാൻ പുട്ടിൻ്റെ കൂടെ കഴിക്കുമായിരുന്നു. വലിയ ഉണ്ടാക്കിയ പുട്ടിരുന്നത് ഭാഗ്യം, അതുകൊണ്ട് പഴം വേസ്റ്റായി പോയില്ല, പുട്ടിൻ്റെ കൂടെ അങ്ങനെ അടിച്ചു. ബാക്കി ഉണ്ടാക്കിയതിൻ്റെ ഇത്രയും ഞാൻ തന്നെ അങ്ങ് കഴിച്ചു തീർത്തു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.